ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വരാല് കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 2 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് വരാലാണ്. വരാലിനെ നമ്മൾ കഴുകി അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കുക, ചട്ടി അടപ്പത്ത് വയ്ക്കുക. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂക്കുന്നത് വരെ നമ്മളതിനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കറിവേപ്പിലയും കൂടി ചേർക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ഉലുവാപ്പൊടി. പിന്നെ നമ്മൾ ഇതിനകത്തിലോട്ട് പെരുംജീരകവും കുരുമുളകും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ അതിനകത്തിലോട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ ഓരോരോ പീസായിട്ട് നമ്മുടെ വരാലിനെ എടുത്ത് കറിക്കകത്തിലോട്ട് ഇടുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ വരാലുകുട്ടന്മാരെല്ലാം ഇത് കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. വരാല് നല്ല വേവുള്ള മീനാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാമേ. ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മീൻകറി വേവിച്ചെടുക്കുമ്പോഴാണ് മീൻകറിക്ക് സ്വാദ് കൂടുന്നത്. ഇപ്പോൾ നമ്മുടെ വരാല് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വരാല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം ചോറെടുത്ത് അതിലോട്ട് കുറച്ച് വരാല് കറി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് തട്ടാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടുകാരെ.